ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു അവനെ നേരെ സ്വർഗത്തിൽ അയക്കും എന്ന് പറഞ്ഞപ്പോൾ, മറുഭാഗത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്താൻ ശ്രമിച്ചാൽ അവനെ അള്ളാഹു നേരെ നരകത്തിൽ അയക്കുന്നില്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ, ദുഃഖിപ്പിച്ചിട്ടുണ്ടോ എന്ന വെപ്രാളത്തിലാണ് ഞാൻ കരഞ്ഞത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയാൽ അവന് നരകം ലഭിക്കാനിടയുണ്ട്, സന്തോഷിപ്പിച്ചാൽ അവന് സ്വർഗം ലഭിക്കാനിടയുണ്ട്. നമ്മൾ ഈ വേദനിപ്പിക്കുന്നത്, നൊമ്പരപ്പെടുത്തുന്നത് നമ്മളോടൊപ്പം രാവും പകലും ഒന്നിച്ചുണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവളെ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറയാനാണ് ഇത്രയും വിശദമായി ഞാൻ പറഞ്ഞത്. എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി അവളുടേതെല്ലാം സമർപ്പിച്ചു എല്ലാം സമർപ്പിച്ചു. എൻ്റെ മക്കളെ അവളുടെ വയറ്റിൽ കൊണ്ടു നടന്നു. എൻ്റെ മക്കൾക്ക് അവൾ പാല് കൊടുത്തു, മുലയൂട്ടി, പോറ്റി വളർത്തി. അന്നൊരു ദിവസം നമ്മൾ പറഞ്ഞതുപോലെ, ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അരികിൽ കുഞ്ഞ് കരഞ്ഞാൽ ആ കുഞ്ഞിനെ ഞാനൊന്നെടുത്ത് പുറത്തേക്ക് പോകുന്നതിന് പകരം അരികിൽ കിടക്കുന്ന എൻ്റെ പ്രിയതമയെ ഞാൻ തട്ടി ഉണർത്തിയിട്ട് ഓള തലയിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഞാൻ സുഖമായി തിരിഞ്ഞു കിടക്കുക. കരച്ചിൽ കൂടിയാൽ പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ വരും, ഒരു ശബ്ദം, ഒരു ആക്രോശം, പോ അപ്പുറത്ത് വാതിൽ കുറ്റിയെടു, പോയി. ആരാ പോയത്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയും. എന്തിനു വേണ്ടി? എൻ്റെ ഒരു രാത്രിയിൽ ഉറക്കം കെടുത്താൻ ഞാൻ അനുവദിക്കൂല. ഇങ്ങനെ എനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ മനസ്സ് വേദനിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? പ്രസംഗം കേൾക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഹദീസ് പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഹദീസും ആയത്തും ഖുർആനും പ്രസംഗവും ഒക്കെ കേൾക്കുന്നത് സ്വർഗവും നരകവും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്, പ്രതിഫലവും കൂലിയും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി മാത്രമല്ല ഈ ഹദീസൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് സ്വർഗം പണിയാൻ കഴിയണം, നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് സ്വർഗം പണിയാൻ കഴിയണം, നമ്മുടെ കിടക്കയിൽ നമുക്ക് സ്വർഗം പണിയാൻ കഴിയണം. അതിന് നമ്മൾ എന്ത് വേണം? അതിന് പരസ്പരമുള്ള പെരുമാറ്റത്തിൽ പടച്ചവനെ പേടിക്കണം. അങ്ങനെ പറഞ്ഞാൽ മതി, അതാ നല്ലത്. പരസ്പരമുള്ള പെരുമാറ്റത്തിൽ പടച്ചവനെ പേടിക്കണം. ഉലമാ